നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിൽ ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക്. 6 ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചു. ചർച്ചകൾ പരാജയം. ഇംഗ്ലണ്ടിലെ ആരോഗ്യ മേഖലയെ വീണ്ടും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് റെസിഡന്റ് ഡോക്ടർമാർ 6 ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും ഗവൺമെന്റും തമ്മിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഏപ്രിൽ 7 രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന സമരം ഈ തർക്കത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പണിമുടക്കുകളിൽ ഒന്നായിരിക്കും. ഡോക്ടർമാർക്ക് 3.5% ശമ്പള വർധനവ് ശുപാർശ ചെയ്യുകയും സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തെങ്കിലും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പം കണക്കിലെടുക്കുമ്പോൾ ഇത് അപര്യാപ്തമാണെന്ന് BMA വാദിക്കുന്നു. 2008 ശേഷം ഡോക്ടർമാരുടെ യഥാർത്ഥ ശമ്പളം ഗണ്യമായി കുറഞ്ഞതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. ശമ്പളത്തിനു പുറമെ ജോലിയിലെ അനിശ്ചിതത്വവും ട്രെയിനിംഗ് തസ്തികകളുടെ കുറവുമാണ് സമരത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണം. സർക്കാർ തങ്ങളാൽ കഴിയുന്ന ഏറ്റവും മികച്ച പാക്കേജാണ് മുന്നോട്ട് വെച്ചതെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്ട്രീറ്റിംഗ് പറയുമ്പോഴും BMAയുടെ ആവശ്യങ്ങൾ തീർത്തും അപ്രായോഗികമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഡോക്ടർമാർ രാജ്യം വിട്ടുപോകുന്നത് തടയാൻ മെച്ചപ്പെട്ട വേതനം അത്യാവശ്യമാണെന്ന് ഡോക്ടർ ജാക്ക് ഫ്ലെച്ചർ BMA പ്രതിനിധി പറഞ്ഞു. NHSലെ പകുതിയോളം വരുന്ന റെസിഡന്റ് ഡോക്ടർമാരുടെ ഈ വിട്ടുനിൽക്കൽ രോഗികളുടെ ചികിത്സയെയും ശസ്ത്രക്രിയകളെയും സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിദേശ ഭാഷകൾക്ക് വിലക്ക്. കൺസർവേറ്റീവ് പാർട്ടിയുടെ പുതിയ നീക്കം. UKയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഇംഗ്ലീഷ് ഒഴികെയുള്ള വിദേശ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ കൺസർവേറ്റീവ് പാർട്ടിയുടെ നീക്കം. റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ബില്ലിൽ ഭേദഗതി കൊണ്ടുവന്ന് വിദേശ ഭാഷകളിലുള്ള പ്രചാരണ സാമഗ്രികൾ കുറ്റകരമാക്കാനാണ് ടോറി പാർട്ടിയുടെ ആവശ്യം. വോട്ടർമാരെ വിവിധ ഭാഷകളിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുമെന്നും ഇത് വോട്ടർമാരെ വേർതിരിക്കാനുള്ള തന്ത്രമാണെന്നും കൺസർവേറ്റീവ് പാർട്ടിക്കുള്ളിലെ നേതാവ് കെമി ബഡ്നോക്ക് ആരോപിച്ചു. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരേ സന്ദേശം നൽകുന്നതാണ് ജനാധിപത്യത്തിന് നല്ലതെന്നാണ് അവരുടെ നിലപാട്. കഴിഞ്ഞ മാസം നടന്ന ഗോർട്ടൺ ആൻഡ് ഡെൻഡൻ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെന്ന് സൂചന. ഗ്രീൻ പാർട്ടിയും ലേബർ പാർട്ടിയും ഉൾപ്പെടെയുള്ള ചില പാർട്ടികൾ ഉറുദു, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തിരുന്നു. ഇത് കുടിയേറ്റ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെ ബാധിക്കുമെന്നും കൺസർവേറ്റീവ് പാർട്ടിയുടെ വാദം. ഈ നീക്കം UKയിലെ കുടിയേറ്റ സമൂഹത്തെയും വിദേശ വോട്ടർമാരെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കകൾ ഉയരുന്നുണ്ട്. iPhone ഉപയോക്താക്കൾ ശ്രദ്ധിക്കുക. UKയിൽ പ്രായപരിശോധന കർശനമാക്കി ആപ്പിൾ. UKയിലെ iPhone, iPad ഉപയോക്താക്കൾക്കായി ആപ്പിൾ പുതിയ പ്രായപരിശോധനാ സംവിധാനം നടപ്പിലാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആപ്പുകളും നിശ്ചിത സേവനങ്ങളും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രായപൂർത്തിയായവരാണെന്ന് തെളിയിക്കേണ്ടി വരും. ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റായ iOS 26.4 ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെയാണ് ഈ മാറ്റങ്ങൾ നിലവിൽ വരുന്നത്. കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് കമ്പനി അറിയിച്ചു. പ്രായം തെളിയിക്കുന്നതിനായി ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളോ തിരിച്ചറിയൽ രേഖയുടെ സ്കാൻ ചെയ്ത കോപ്പിയോ നൽകേണ്ടി വരും. പ്രായം സ്ഥിരീകരിക്കാത്തവർക്കും പ്രായപൂർത്തിയാക്കാത്തവർക്കും വെബ് ഉള്ളടക്കങ്ങൾ ഓട്ടോമാറ്റിക് ഫിൽറ്ററുകൾ ഏർപ്പെടുത്തും. ഇത് പല സേവനങ്ങളുടെയും ഉപയോഗം നിയന്ത്രിക്കും. ബ്രിട്ടീഷ് നിയമപ്രകാരമാണ് ഈ നിയന്ത്രണം കൊണ്ടുവരുന്നതെന്ന് ആപ്പിൾ വ്യക്തമാക്കി. UKയിലെ വാർത്താവിനിമയ റെഗുലേറ്ററായ ഓഫ്കോം ഇതിനെ സ്വാഗതം ചെയ്തപ്പോൾ സ്വകാര്യതയ്ക്ക് ഭീഷണിയാണെന്നും സൈബർ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും ക്യാമ്പയിൻ ഗ്രൂപ്പായ ബിഗ് ബ്രദർ വാച്ച് നിർദ്ദേശിച്ചു. പുതിയ നിയമം അനുസരിച്ച് 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ അനുമതിയില്ലാതെ സ്വന്തമായി ആപ്പിൾ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കില്ല. കമ്പാനിയയിൽ ഹെപ്പറ്റൈറ്റിസ് എ 180 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. UK ടൂറിസ്റ്റുകൾക്കിടയിൽ ഏറെ പ്രിയപ്പെട്ട ഇറ്റാലിയൻ വിനോദസഞ്ചാര കേന്ദ്രമായ കമ്പാനിയയിൽ ഹെപ്പറ്റൈറ്റിസ് എ രോഗബാധ രൂക്ഷമാകുന്നു. മാർച്ച് 19 വരെയുള്ള കണക്കുകൾ പ്രകാരം 65 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഈ വർഷം ഇതുവരെ 180 പേർക്ക് രോഗം ബാധിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമായും മലിനമായ കടൽ ഭക്ഷണം കഴിച്ചതിലൂടെയാണ് രോഗം പടരുന്നതെന്ന് കരുതപ്പെടുന്നു. കോട്ടഗ്നോ ആശുപത്രിയിലെ ഇൻഫെക്ഷ്യസ് ഡിസീസ് എമർജൻസി റൂം മേധാവി ഡോക്ടർ റാഫേൽ ഡിസനോ പറയുന്നതനുസരിച്ച് നിലവിൽ 51 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 9 പേർ അടിയന്തര വിഭാഗത്തിലാണ്. ഇവർ ഭൂരിഭാഗവും 30-നും 40-ഉം വയസ്സ് പ്രായമുള്ളവരാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പലരും പച്ചയായി ഞണ്ട്, കക്കയിറച്ചി തുടങ്ങിയ കടൽ വിഭവങ്ങൾ കഴിച്ചതായി സമ്മതിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് നേപ്പിൾസ് നഗരസഭ റെസ്റ്റോറൻറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൊതുസ്ഥാപനങ്ങളിലും ഇത്തരം കടൽ ഭക്ഷണങ്ങൾ വിളമ്പുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. കൂടാതെ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള നിരോധനങ്ങൾ ബെനവെൻറ്റോ, ഫോറിയോ എന്നിവിടങ്ങളിലെ നഗരസഭകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
പ്രവാസി ഇന്ത്യക്കാർക്ക് ഇഡിയുടെ കുരുക്ക്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നോട്ടീസ്. ദുബായിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വസ്തുവകകൾ വാങ്ങിയ ഇന്ത്യക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിൽ. വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ച് പണമിടപാട് നടത്തിയവർക്ക് ഇഡി നോട്ടീസ് അയച്ചു തുടങ്ങിയതായി റിപ്പോർട്ടുകൾ. നിയമക്കുരുക്കിലായതോടെ പലർക്കും വലിയ തുക പിഴയൊടുക്കേണ്ടി വരുമെന്നാണ് സൂചന. ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാന്ദ്യം നിലനിൽക്കുന്നതിനിടെയാണ് നിക്ഷേപകർക്ക് ഇരുട്ടടിയായി കേന്ദ്ര ഏജൻസിയുടെ ഈ നടപടി. ദുബായ് സന്ദർശനത്തിനിടെ അന്താരാഷ്ട്ര ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് വീടിന്റെ അഡ്വാൻസ് തുക നൽകിയവരാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. ചിലർ ബിൽഡർമാർ അയച്ച ലിങ്കുകൾ വഴി ക്രെഡിറ്റ് കാർഡ് മുഖേന പണമടച്ചു. എന്നാൽ വിദേശത്ത് വസ്തു വാങ്ങാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ നിയമപ്രകാരം അനുവദനീയമല്ലെന്ന് പലരും തിരിച്ചറിഞ്ഞില്ല. ഫെബ്രുവരിയിൽ മാത്രം 3 പ്രമുഖർക്ക് ഇഡി നോട്ടീസ് അയച്ചതായാണ് വിവരം. ഇവരോട് പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം ഇന്ത്യക്കാർക്ക് വിദേശത്ത് വസ്തുവകകൾ വാങ്ങാൻ അനുവാദമുണ്ടെങ്കിലും ഈ പണം കൃത്യമായ ബാങ്കിംഗ് ചാനലുകൾ വഴിയും നികുതി രേഖകളോടെയും മാത്രമേ അയക്കാൻ പാടുള്ളൂ. ക്രെഡിറ്റ് കാർഡ് ഒരു ഹ്രസ്വകാല വായ്പയായി കണക്കാക്കുന്നതിനാൽ വിദേശത്ത് വസ്തു വാങ്ങാൻ ഇത് ഉപയോഗിക്കുന്നത് ചട്ടവിരുദ്ധമാണ്. ഹോട്ടൽ ബില്ലുകൾ, ഷോപ്പിംഗ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ മാത്രമേ വിദേശത്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാവൂ എന്ന് നിയമം അനുശാസിക്കുന്നു. കുറ്റം സംബന്ധിച്ച് വലിയ തുക പിഴയെടുത്ത് കേസ് അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകാം. യുകെയിൽ ഒറ്റമൂലി ചികിത്സ. ഇന്ത്യൻ വംശജയായ ഡയറ്റീഷ്യനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾക്ക് ശാസ്ത്രീയമല്ലാത്തതും അപകടകരവുമായ ഒറ്റമൂലി ചികിത്സകൾ നിർദ്ദേശിച്ചുവെന്നാരോപിച്ച് യുകെയിൽ ഇന്ത്യൻ വംശജയായ ഡയറ്റീഷ്യനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. കിഴക്കൻ യോർക്ക്ഷയറിലെ ഹൾ യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്തിരുന്ന അപർണ ശ്രീവാസ്തവയ്ക്കെതിരെയാണ് നടപടി. ഇവരുടെ പ്രൊഫഷണൽ ലൈസൻസ് റദ്ദാക്കിയ ഹെൽത്ത് ആൻഡ് കെയർ പ്രൊഫഷണൽസ് കൗൺസിൽ ഇവരെ മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ രജിസ്ട്രിയിൽ നിന്ന് സ്ഥിരമായി നീക്കം ചെയ്യാനും ഉത്തരവിട്ടു. ക്യാൻസർ രോഗികൾക്ക് ശാസ്ത്രീയമായ ചികിത്സകൾക്ക് പകരം തെറ്റായ ഭക്ഷണക്രമങ്ങൾ നിർദ്ദേശിച്ചതാണ് അപർണയെ കുടുക്കിയത്. ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന കീമോതെറാപ്പി പോലുള്ള ചികിത്സകൾ അനാവശ്യമാണെന്നും പകരം പ്രത്യേകതരം പച്ചക്കറി ജ്യൂസുകളും സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത വെള്ളവും ഉപയോഗിച്ച് ക്യാൻസർ ഭേദമാക്കാമെന്നും ഇവർ പ്രചരിപ്പിച്ചിരുന്നു. ക്യാൻസർ കോശങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ സാധിക്കുമെന്ന് അവകാശപ്പെട്ട് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ഡയറ്റ് പ്ലാനുകൾ നൽകിയും ഗുരുതരാവസ്ഥയിലുള്ള രോഗികളോട് കീമോതെറാപ്പി ഒഴിവാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഇത് രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന നടപടിയാണെന്ന് ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. കൂടാതെ NHS ഡയറ്റീഷ്യൻ എന്ന ഔദ്യോഗിക പദവി ഉപയോഗിച്ച് രോഗികളുടെ വിശ്വാസം നേടിയെടുക്കുകയും തൻ്റെ സ്വകാര്യ സോഷ്യൽ മീഡിയ പേജുകൾ വഴി അശാസ്ത്രീയമായ ചികിത്സകൾക്ക് പ്രചാരണം നൽകുകയും ചെയ്തതായി ട്രിബ്യൂണൽ കണ്ടെത്തി. യുകെയിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയയ്ക്ക് വിലക്ക്. ഓസ്ട്രേലിയൻ മാതൃക നടപ്പാക്കാൻ സാധ്യത. യുകെയിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് ഓസ്ട്രേലിയൻ മാതൃകയിലുള്ള വിലക്ക് ഏർപ്പെടുത്തണമെന്ന ശുപാർശയ്ക്ക് ഹൗസ് ഓഫ് ലോർഡ്സ് അംഗീകാരം നൽകി. 266-നെതിരെ 141 വോട്ടുകൾക്കാണ് കീർ സ്റ്റാർമറുടെ പൊതുജനാഭിപ്രായ ശേഖരണത്തിനുള്ള നിർദ്ദേശങ്ങൾ ലോർഡ്സ് തള്ളിയത്. ഈ നടപടി സർക്കാർ ഒരു സന്ദേശം നൽകുന്നുവെന്ന് കൺസർവേറ്റീവ് മുൻ മന്ത്രി ലോർഡ് നാഷ് പറഞ്ഞു. ഇത് 2ാം തവണയാണ് ലോർഡ്സ് ഇത്തരം ഒരു പ്രമേയം പാസാക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ശക്തമായതിനെ തുടർന്നാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ലോസ് ഏഞ്ചലസിൽ മെറ്റയുടെയും ഗൂഗിളിൻ്റെയും ഉൽപ്പന്നങ്ങൾ കുട്ടികളിൽ മാനസിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നുള്ള കോടതി വിധി ഈ വിഷയത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ബോധപൂർവം അടിമത്തം സൃഷ്ടിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കാലിഫോർണിയൻ കോടതി വിധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രായപരിധി ഉയർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ലോർഡ് നാഷ് ചൂണ്ടിക്കാട്ടി. നിരവധി ദുരന്തങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് സർക്കാർ നടപടികൾക്ക് തയ്യാറെടുക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. കുട്ടികളുടെ മാനസികാരോഗ്യത്തെ സോഷ്യൽ മീഡിയ എങ്ങനെ ബാധിക്കുന്നുവെന്ന് സർക്കാർ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പീഡിയാട്രീഷ്യനും ക്രോസ് ബെഞ്ച് പിയറുമായ ലേഡി ക്യാസ് പറഞ്ഞു. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ ചികിത്സാ രീതികളിൽ വിശ്വസിച്ച് കൃത്യസമയത്ത് ലഭിക്കേണ്ട ചികിത്സകൾ ഒഴിവാക്കരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ലേബർ സർക്കാരിൻ്റെ കുടിയേറ്റ നയത്തിൽ ഭിന്നത. PR നിയമങ്ങൾക്ക് തിരിച്ചടി. UK ലേബർ സർക്കാർ പ്രഖ്യാപിച്ച കുടിയേറ്റ നിയമ പരിഷ്കരണങ്ങൾ പ്രതിസന്ധിയിൽ. സ്ഥിരതാമസത്തിനുള്ള കുറഞ്ഞ താമസക്കാലം വർദ്ധിപ്പിക്കാനുള്ള ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിൻ്റെ നീക്കത്തിനെതിരെ ശക്തമായ എതിർപ്പും
നിയമ നടപടികളും ഉയർന്നിട്ടുണ്ട്. നിലവിൽ 5 വർഷം താമസിച്ചാൽ ലഭിക്കുന്ന ILR 10 വർഷമായി വർദ്ധിപ്പിക്കാനും അഭയാർത്ഥികൾക്ക് 20 വർഷമായി ഉയർത്താനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാനുള്ള നീക്കം ലേബർ പാർട്ടിക്കുള്ളിലെ ഇടതുപക്ഷത്തെയും കുടിയേറ്റ സമൂഹത്തെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ ഈ നടപടി ബ്രിട്ടീഷ് സംസ്കാരത്തിന് യോജിച്ചതല്ലെന്ന് വ്യക്തമാക്കി വിമത നീക്കത്തിന് നേതൃത്വം നൽകുന്നു. ഇതിനെതിരെ നിയമ നടപടികൾക്കായി ഓൺലൈൻ ക്രൗഡ് ഫണ്ടിംഗ് വഴി 25,000 പൗണ്ട് ശേഖരിച്ചു കഴിഞ്ഞു. മഹ്മൂദിന്റെ പരിഷ്കരണങ്ങൾ മന്ദഗതിയിലാക്കാൻ ഇത് ഉപകരിച്ചേക്കാം. ILR ലഭിച്ചാൽ മാത്രമേ ക്ഷേമ പദ്ധതികളിലെ ആനുകൂല്യങ്ങൾക്കും സോഷ്യൽ ഹൗസിംഗിനും അർഹത ലഭിക്കുകയുള്ളൂ എന്നതിനാൽ ഈ തീരുമാനം കുടിയേറ്റ സമൂഹത്തെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ളതാണ്. പുതിയ നയം കുട്ടികൾക്കിടയിൽ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുമെന്നും ഇത് പാർട്ടിയുടെ ധാർമ്മിക ബോധത്തെ ദുർബലപ്പെടുത്തുമെന്നും വിമതർ വാദിക്കുന്നു. സമ്മർദ്ദ ഗ്രൂപ്പായ സ്കിൽ മൈഗ്രന്റ് അലയൻസ് നിയമ നടപടികൾക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ നയം മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുന്നതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് സാധ്യത. ഗാർഡൻ കോർട്ട് ചേംബേഴ്സിലെ സൊനാലി നായിക് കേസി ആയിരിക്കും നിയമ നടപടികൾക്ക് നേതൃത്വം നൽകുക. പുതിയ പരിഷ്കാരങ്ങൾ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ പ്രീ ആക്ഷൻ പ്രോട്ടോകോൾ സമർപ്പിക്കും. മികച്ച നിയമജ്ഞരെ ലഭിച്ചതിനാൽ നിയമ നടപടികളിൽ വിജയം ഉറപ്പാണെന്നും ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് കുടിയേറ്റക്കാർക്ക് ആശ്വാസമാകുമെന്നും അലയൻസ് വക്താക്കൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.